ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എലോഹിം ലൈവ് മീഡിയയിലൂടെ ദൈവവചന ശ്രോതാക്കളായ മാന്യ സ്നേഹിതർക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം ചൊല്ലുന്നു. ഇന്ന് നിങ്ങളോടൊപ്പമായി ദൈവവചനം പങ്കിടുവാൻ ദൈവം ഒരവസരം കൂടെ നൽകി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദമായി തീരും എന്ന് ഞങ്ങൾ ആശിക്കുന്നു. ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഇങ്ങനെ നാം വായിക്കുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ച് കളയാതെ പണിയുകയും നിങ്ങളെ പറിച്ച് കളയാതെ നടുകയും ചെയ്യും. നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യിരെമ്യാവ് തൻ്റെ അടുക്കലേക്ക് എല്ലാ പടത്തലവന്മാരും കാരേഹിൻ്റെ മകനായ യോഹന്നാനും ഹോശയാവിൻ്റെ മകനായ യെസന്യാവും ആബാലവൃദ്ധം സർവ്വജനവും ഒരിക്കൽ തൻ്റെ അടുക്കൽ വന്നുകൂടി. യിരെമ്യാ പ്രവാചകനോട് അവർ പറയുകയാണ്, നിൻ്റെ ദൈവമായ യഹോവ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും ഞങ്ങൾക്ക് അറിയിച്ചു തരേണ്ടതിന് ശേഷിച്ചിരിക്കുന്ന ഈ സകല ജനവുമായി ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണം. ഈ ജനത്തിൻ്റെ ആവശ്യം യിരെമ്യാവിൻ്റെ അടുക്കൽ അവർ പറയുകയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി. രണ്ട്, ഞങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി. ഇതെന്താണെന്നുള്ളത് ദൈവം ഞങ്ങളോട് അറിയിക്കണം. അതിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യിരെമ്യാവിനോട് പറയുകയാണ്. നമ്മൾ 1 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, ഒരിക്കൽ ശമൂവേൽ പ്രവാചകൻ്റെ അടുക്കൽ ജനം വന്ന് പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയുണ്ട്: ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നീ മതിയാക്കരുത്. അപ്പോൾ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ടായിരുന്നു. അവരെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് മറുപടിയും നൽകുമായിരുന്നു. ഇവിടെ യിരെമ്യാവിൻ്റെ അടുക്കൽ അവർ വന്നുകൂടി പറയുകയാണ്, ഞങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും എങ്ങനെയെന്ന് ഞങ്ങളെ അറിയിക്കേണ്ടതിന് നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഞങ്ങൾ അസംഖ്യം ജനമായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഞങ്ങളിൽ ഇന്ന് അല്പം പേര് മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. വലിയ കൂട്ടമുണ്ടായിരുന്ന, വലിയ ജനസംഖ്യ ഉണ്ടായിരുന്ന ഒരു കൂട്ടം. പക്ഷേ അവർ ഇന്ന് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് അങ്ങ് കാണുന്നുണ്ടല്ലോ. ഏതായാലും നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഈ ജനം യിരെമ്യാവിനോട് പറഞ്ഞു. യിരെമ്യാവ് ഈ വാക്ക് കേട്ടിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും. യഹോവ നിങ്ങൾക്ക് ഉത്തരമരുളുന്നതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പം ജനത്തിനു വേണ്ടി യിരെമ്യാവ് പ്രാർത്ഥിക്കുവാനായിട്ട് യിരെമ്യാവിനോട് ഈ ജനം അപേക്ഷിക്കുക. യിരെമ്യാ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷേ
യഹോവ എന്ത് പറയുന്നു അത് ഞാൻ നിങ്ങളെ അറിയിക്കും എന്ന് പറഞ്ഞു. യഹോവ നിങ്ങൾക്ക് ഉത്തരമിടുന്നതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കാം, ഒന്നും മറച്ചു വയ്ക്കത്തില്ല എന്ന് യിരെമ്യാവ് പറയുകയാണ്. ആ സമയം ഈ ജനം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞങ്ങൾ നിന്നെ പറഞ്ഞയക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കും. ജനം പറയുകയാണ്, യഹോവ പറയുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ അത് കേട്ട് അനുസരിച്ചു കൊള്ളാം എന്നവർ പറയുകയാണ്. അങ്ങനെ യിരെമ്യാവ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, പല ദിവസങ്ങൾ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ 10ാമത്തെ ദിവസം 42-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, 10 ദിവസം കഴിഞ്ഞ ശേഷം യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ജനത്തിനു വേണ്ടി യിരെമ്യാവ് 10 ദിവസമാണ് പ്രാർത്ഥിച്ചത്. ആദ്യ ദിവസം പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. 2-ാം ദിവസം പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. അങ്ങനെ 9 ദിവസവും പ്രാർത്ഥിച്ചു, മറുപടി ലഭിച്ചില്ല. 10ാമത്തെ ദിവസം യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായി. അത് യിരെമ്യാവ് അവരെ അറിയിക്കുകയാണ്. എന്താണ്? നിങ്ങൾ ഈ ദേശത്ത് പാർത്തു കൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ച് കളയാതെ പണിയുകയും നിങ്ങളെ പറിച്ച് കളയാതെ നടുകയും ചെയ്യും. നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കുന്നു. സ്തോത്രം. അപ്പോൾ 4 കാര്യങ്ങളാണ് ദൈവം അവരോട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ദേശത്ത് പാർത്ത് കൊണ്ടിരിക്കുമെങ്കിൽ. അതെ, ഈ ദേശത്ത് പാർക്കണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ അഭിലാഷമാണ്. പക്ഷേ ദേശത്ത് നിന്നെ പാർപ്പിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്നതായ ഒരു വലിയ ശത്രു നമുക്കുണ്ട്. നോക്കണം, യഹോവ അവർക്ക് ഉത്തരം അരുളിയത് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ, അതെ, ദേശത്ത് പാർപ്പിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്നതായ ഒരു വലിയ ശക്തി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേശത്തിനു ചുറ്റും ഒരു വൈരി ഉണ്ടാകും. അവൻ നിന്റെ ഉറപ്പ് നിങ്കിൽ നിന്ന് താഴ്ത്തിക്കളയും, നിന്റെ അരമനകൾ കൊള്ളയായി തീരും. അതെ, നമ്മൾ ഈ ദേശത്ത് പാർക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദേശത്തിൻ്റെ ചുറ്റും നമുക്ക് ഒരു വൈരിയുണ്ട്. സ്തോത്രം. ആ വൈരി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഉറപ്പ് നമ്മിൽ നിന്ന് താഴ്ത്തിക്കളയും. ദൈവ പൈതലേ, നീ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉറപ്പ് നിന്നിൽ നിന്ന് താഴ്ത്തിക്കളയുവാൻ, നിന്റെ പ്രത്യാശ നിന്നിൽ നിന്ന് താഴ്ത്തിക്കളയുവാൻ, നിന്റെ വിശ്വാസം നിന്നിൽ നിന്ന് താഴ്ത്തിക്കളയുവാൻ, നിന്റെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് നിന്നെ അകറ്റി മാറ്റുവാൻ, നിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് നിന്നെ തകർത്ത് കളയുവാൻ ഒരു വൈരി നിനക്ക് ചുറ്റുമുണ്ട്. മറന്നു പോകരുത്. ആമോസ് പ്രവാചകനിലൂടെ ദൈവാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, ദേശത്തിൻ്റെ ചുറ്റും നിനക്കൊരു വൈരി ഉണ്ടായിരിക്കും. അവൻ നിന്റെ ഉറപ്പ് നിങ്കിൽ നിന്ന് താഴ്ത്തിക്കളയും. സ്തോത്രം. അപ്പം നമ്മുടെ ഉറപ്പ് നമ്മിൽ നിന്ന് താഴ്ത്തിക്കളയുവാൻ നമുക്ക് ചുറ്റും, ദേശത്തിൻ്റെ ചുറ്റും ഒരു വൈരി ഉണ്ട് എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഇസ്രായേലിന് ലഭിക്കേണ്ട എല്ലാ നന്മകൾക്കും മധ്യേ തിരുനിവാസത്തിൽ
നീ ഒരു പ്രതിയോഗിയെ കാണും. സ്തോത്രം. അപ്പം ഒരു ദൈവ പൈതലിന് ലഭിക്കേണ്ട എല്ലാ നന്മകളെയും തടസ്സം ചെയ്യുവാൻ ഒരു പ്രതിയോഗി നമുക്കുണ്ടെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പറയുകയാണ്. ആമോസിൻ്റെ പുസ്തകം 3:11 ദേശത്തിൻ്റെ ചുറ്റും ഒരു വൈരി നിൽക്കുകയാണ്. ഭൗമികമായി നിന്നെ ഉയർത്തുകയില്ല, നിന്നെ ഉയരുവാൻ അവൻ സമ്മതിക്കത്തില്ല, നിന്നെ തകർത്ത് കളയുവാൻ ഇതാ ഈ വൈരി നിൽക്കുകയാണ്. സ്തോത്രം. അപ്പോൾ തന്നെ ആത്മീയ ജീവിതത്തിലും നിനക്കൊരു വൈരിയുണ്ട്. അതാണ് 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈ വൈരി നിൽക്കുന്നത് തിരുനിവാസത്തിലാണ്. ഇസ്രായേലിന് ലഭിക്കേണ്ട എല്ലാ നന്മകൾക്കും മധ്യേ തിരുനിവാസത്തിൽ നീ ഒരു പ്രതിയോഗിയെ കാണുമെന്നാണ്. ഭൗമികത്തിലും നിന്നെ ഉയർത്തത്തില്ല, ആത്മീയ നന്മകളും നിന്നെ പ്രാപിക്കുവാൻ സമ്മതിക്കത്തില്ല. ആമേൻ. സ്തോത്രം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉണർന്നുകൊള്ളുക, നിനക്ക് നിന്റെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അതെ, നമ്മെ വിഴുങ്ങിക്കളയുവാൻ, നമ്മെ തകർത്ത് കളയുവാൻ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങിക്കളയാമെന്നുള്ള അവൻ ചുറ്റി സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ആമേൻ സ്തോത്രം ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, ദേശത്തിൻ്റെ ചുറ്റും നമുക്കൊരു വൈരിയുണ്ട്. ദേശത്തിന് ചുറ്റും മാത്രമല്ല, ആത്മീയ മണ്ഡലങ്ങൾക്കും നേരെ നമുക്കൊരു ശത്രുവുണ്ട്. അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങാമെന്ന് തിരഞ്ഞ് അവൻ ചുറ്റി നടക്കുന്നു. ഒന്ന്, നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ. 2, നിങ്ങളെ പൊളിച്ച് കളയാതെ ഞാൻ നിങ്ങളെ പണിയും. സ്തോത്രം. അതെ, പണിയുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പൊളിച്ച് കളയുന്നത് ശത്രുവിൻ്റെ പ്രവൃത്തിയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, നിങ്ങളെ ഞാൻ പൊളിച്ച് കളയാതെ പണിയും. ശത്രു നിന്നെ പൊളിച്ച് കളയുവാൻ, നിന്റെ ആ ജീവിതത്തെ തകർത്ത് കളയുവാൻ ആഗ്രഹിച്ചതാണ്. എന്നാൽ കർത്താവ് പണിയുവാൻ ആരംഭിക്കുക. ഇന്നു മുതൽ കർത്താവ് നിന്റെ ജീവിതത്തെ പണിയുവാൻ ആരംഭിക്കുക. നിന്റെ ആത്മീയ ജീവിതത്തെ പണിയുവാൻ ആരംഭിക്കുക. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലങ്ങൾ അവൻ തകർത്ത് കളയുവാൻ, പൊളിച്ച് കളയുവാൻ ശത്രു ആഗ്രഹിച്ചതാ. എന്നാൽ 2024 കർത്താവ് നിങ്ങളോട് പറയുന്ന ആത്മീയ ദൂത്, ഇല്ല, നിങ്ങളെ പൊളിച്ച് കളയാതെ ഞാൻ നിങ്ങളെ പണിയും. സ്തോത്രം. ഈ 2024 ചില പ്രത്യേക പണികൾ നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുക. ചില പ്രത്യേക ആമേൻ സ്തോത്രം ശുശ്രൂഷകൾ നിങ്ങൾക്ക് നൽകുവാൻ പോകുക. നിങ്ങളെ പൊളിച്ച് കളയാതെ അവൻ പണിയുമെന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ തകർച്ച കാണുവാൻ, നമ്മുടെ വീഴ്ച കാണുവാൻ ആഗ്രഹിച്ചവരുടെ മുൻപിൽ ദൈവം പണിയുവാൻ ആരംഭിക്കുകയാണ്. അതെ, അവന് നന്നായി പോയി, അവൻ എഴുന്നേൽക്കത്തില്ല, അവൻ അങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് വിചാരിച്ചവരുടെ മുൻപിൽ, പൊളിച്ച് കളയുവാൻ ആഗ്രഹിച്ചവരുടെ മുമ്പിൽ ദൈവം പണിയുവാൻ ആരംഭിക്കുകയാണ്. സ്തോത്രം. 2, മൂന്നാമത്തത്, നിങ്ങളെ പറിച്ച് കളയാതെ നടും. ആമേൻ. സ്തോത്രം. നിങ്ങളെ പറിച്ച് കളയുവാൻ, നിങ്ങളെ നിർമൂലമാക്കി കളയുവാൻ, നിങ്ങളെ തുടച്ചു മാറ്റുവാൻ ശത്രുവായവൻ ആഗ്രഹിച്ചതാണ്. ആ സ്ഥാനത്ത് അവൻ നടുവാൻ തുടങ്ങിയിരിക്കുകയാണ്. സ്തോത്രം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഉപമ പറഞ്ഞതായിട്ട് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നതായ ഒരു അത്തിവൃക്ഷം. ആ അത്തിവൃക്ഷം മുന്തിരിത്തോട്ടത്തിൽ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്. നമുക്കറിയാം, മുന്തിരിക്ക് ഒരിക്കലും തണൽ ആവശ്യമില്ല.
ഒരു അത്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്തി വളരെ തണലുള്ള ഒരു വൃക്ഷമാണ്. അതിൻ്റെ ഇലകൾ, ശിഖരങ്ങൾ, ഇത് ഒരിക്കലും മുന്തിരിത്തോട്ടത്തിൽ നിൽക്കാൻ പാടില്ല. കാരണം ആ മുന്തിരിത്തോട്ടത്തിൽ അത്തി നിന്ന് കഴിഞ്ഞാൽ ഫലശൂന്യമായി തീരും, ഫലം ഉണ്ടാകത്തില്ല, ആ മുന്തിരിക്ക് വളരുവാൻ കഴിയത്തില്ല, യഥാർത്ഥമായി അത് വളർന്ന് പന്തലിക്കുവാൻ കഴിയാത്തൊരവസ്ഥ. എന്നാൽ ഈ അത്തി 3 വർഷമായിട്ട് ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ ഒരു ദിവസം തോട്ടക്കാരനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തേടി വരുന്നു, അതിൽ ഫലമില്ല. സ്തോത്രം. സ്നേഹിതരെ, എന്നിലും നിങ്ങളിലുമുള്ള നല്ല ഫലം കാണുവാൻ, അത് അനുഭവിക്കുവാൻ ഉടയവനായ കർത്താവ് നമ്മുടെ അടുക്കൽ വരുന്നുണ്ട്. ആ തോട്ടക്കാരനെ വിളിച്ചിട്ട് പറയുകയാണ്, എന്തിനാണ് ഇത് നിലത്ത് നിഷ്ഫലമാക്കുന്നത്? ഇതിനെ വെട്ടിക്കളയാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ തോട്ടക്കാരൻ പറഞ്ഞു, യജമാനനെ, ഞാനതിന് ചുറ്റും കിളച്ച വളമിടുവോളം 1 ആണ്ട് കൂടി നിൽക്കട്ടെ. മേലിൽ കായ്ച്ചില്ലെങ്കിലോ? കായ്ച്ചില്ലെങ്കിൽ അതിനെ വെട്ടിക്കളയാം എന്ന് പറഞ്ഞു. അതെ, നമ്മൾ കൃപയാലാണ് ഈ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്നത്. നമ്മിൽ ഫലമില്ല എങ്കിൽ ഫലമില്ലാത്ത വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി എന്ന് തിരുവെഴുത്ത് പറയുന്നു. നമ്മൾ നഷ്ടപ്പെട്ടു പോകേണ്ട, നമ്മളെ തകർത്ത് കളയേണ്ട പല അവസരങ്ങളുണ്ടായിരുന്നു. അതെ, ദൈവവചനം പറയുന്നത് നിങ്ങളെ പറിച്ച് കളയാതെ ഞാൻ നടും എന്നാണ്. അതെ, എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, നമ്മളെ പറിച്ച് കളയേണ്ട എത്ര സമയങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെ തകർത്ത് കളയേണ്ട എത്ര സമയങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് വേണ്ടി ഒരുവൻ ഇടിവിൽ നിൽക്കുന്നുണ്ട്. ഒരു തോട്ടക്കാരൻ ആ അത്തിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പറയുകയാണ്, 1 ആണ്ട് കൂടി നിൽക്കട്ടെ. സ്തോത്രം. 1 ആണ്ട് കൂടി നിൽക്കട്ടെ. അതെ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്. അനേകരുടെ പ്രാർത്ഥനയാണ് എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുന്നുള്ള കാര്യം മറന്നു പോകരുത്. അതെ, നിങ്ങളെ പറിച്ച് കളയാതെ നടും. നമ്മൾ നല്ല ഫലം കായ്ക്കുവാൻ, നല്ല ഫലമുള്ളവരായി തീരുവാൻ, ആമേൻ, സ്തോത്രം, കർത്താവ് നമ്മെ നടുകയാണ്. 4-ാമത്തെ കാര്യം, നിങ്ങൾക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. യോനായുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, നിനവെ നശിച്ചു പോകും, അത് നിർമൂലമായി പോകുമെന്ന് യോന പ്രസംഗിച്ചതാണ്. പക്ഷേ രാജാവും രാജ്യത്തെ പ്രജകളും കുഞ്ഞുകുട്ടി, ആബാലവൃതം, മൃഗങ്ങളും എല്ലാം ഉപവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. അപ്പോൾ യഹോവ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചുവെന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോബിൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ. അങ്ങനെ നിങ്ങൾ തിരിഞ്ഞു വന്നാൽ നിങ്ങൾക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. അതേ ദൈവമക്കളെ, നമുക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്ന കർത്താവാണ്. തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നല്ലോ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ. ആമേൻ, സ്തോത്രം. ഹിസ്കിയാ രാജാവ് മരണക്കിടക്കയിലായിരിക്കുന്നു, മരിക്കത്തക്ക രോഗം പിടിച്ച് കിടക്കുന്നു. ആമോസിൻ്റെ മകനായ യെശയ്യാവിനെ പറഞ്ഞു വിട്ടു, നിനക്ക് സൗഖ്യം വരത്തില്ല, നീ മരിച്ചു പോകും.
ആമേൻ, നിന്റെ ഗ്രഹാരം ക്രമത്തിലാക്കുക എന്ന് ആമോസിൻ്റെ മകനായ യെശയ്യാവിനെ കൊണ്ട് ഈ ദൂത് പറയിച്ചു. ഹിസ്കിയാ രാജാവ് ഈ വാക്ക് കേട്ട് തൻ്റെ മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു: തിരുമുൻപാകെ ഞാൻ നടന്ന് നിനക്കിഷ്ടമുള്ളത്, നിനക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം കർത്താവേ നീ ഓർക്കണമേ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. വീണ്ടും യെശയ്യാവിനോട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി: നീ വീണ്ടും ചെല്ലുക, ഇങ്ങനെ പറയണം, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരികയാണ്. നിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. നിൻ്റെ ആയുസ്സിനെ ഞാൻ 15 സംവത്സരമായിട്ട് കൂട്ടിത്തന്നിരിക്കുന്നു. അതെ, വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഈ ജനം യിരെമ്യാവിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സ്തോത്രം, ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും ഞങ്ങളെ അറിയിക്കണമേ. അപ്രകാരം തന്നെ യിരെമ്യാവ് ദൈവത്തോട് പറഞ്ഞു. ദൈവം അവർക്ക് കൊടുത്ത ദൂതാണ് 42-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഹല്ലേലൂയ, നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ, നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ, അതെ, നിങ്ങളെ പൊളിച്ച് കളയാതെ ഞാൻ പണിയും, നിങ്ങളെ പറിച്ച് കളയാതെ ഞാൻ നടും, നിങ്ങൾക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിൻ്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. ഞാനെന്നും നിൻ്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഇന്ന് നീ ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ, നിങ്ങളെ പൊളിച്ച് കളയാതെ ഞാൻ പണിയും, നിങ്ങളെ പറിച്ച് കളയാതെ ഞാൻ നിങ്ങളെ നടും, നിങ്ങൾക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുമെന്നുള്ള വാഗ്ദത്തങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, വചനം കേട്ട എല്ലാ ജീവിതങ്ങളോടും ഇന്ന് നീ സംസാരിക്കണമേ. അവരുടെ ഉള്ളത്തോട് ഇടപെടണമേ. അവരുടെ വ്യക്തിപരമായി കുടുംബപരമായി നീ അവരോട് സംസാരിക്കണമേ. അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.